ഹലോ 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 ആ ആ തെക്കോട്ടിറക്കമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതാ രാമന്റെ ആരാധകരുടെ ബഹളമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. അതെ ഭദ്ര, തീർച്ചയായും എല്ലാവരും അക്ഷമരായി കാത്തിരിക്കുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു ഇപ്പോൾ. അതെ, നിമിഷങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് രാമന്റെ തെക്കോട്ടിറക്കമാണ് ഇപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത് ഭദ്ര. അതെ, തീർച്ചയായും ഇതോടുകൂടി കാളിദാസ അതായത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ നെയ്തലക്കാവ് ഭഗവതിയുടെ ആ ഒരു തിടമ്പേറ്റിക്കൊണ്ടുള്ള ആ ഒരു മനോഹര വരവ് അവസാനിക്കുമ്പോൾ രാമചന്ദ്രന്റെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആദ്യ വണക്കം വണങ്ങുന്നു, ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. മനോഹര കാഴ്ച അത് കാണാൻ തന്നെയാണ്. ആ തലയെടുപ്പും ആ ഒരു വണങ്ങുന്നതും കാണാൻ വേണ്ടിയാണ് ഇത്രയധികം ആളുകൾ ഇവിടെ കണ്ണോടിച്ചാൽ കാണാം. കുടമാറ്റത്തിനുള്ള പോലെ നിറഞ്ഞു നിൽക്കുകയാണ്. തീർച്ചയായും കാളിദാസ് എന്തായാലും ഇതോടുകൂടി അതായത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഈ ഒരു തെക്കോട്ടിറക്കത്തോടു കൂടി ചെറുപൂരങ്ങളുടെ വരവും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അടുത്തത് ഇനി ഇലഞ്ഞിത്തറ മേളമാണ്. മറ്റൊരു ഭാഗത്ത് മടത്തിൽ വരവ് നടക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് പൂരനഗരിയിലെ വിശേഷങ്ങൾ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതാ തെക്കോട്ടിറക്കം മെല്ലെ ഇറങ്ങി വരികയാണ്. നെയ്തലക്കാവിലമ്മയുടെ ആ ഒരു തിടമ്പും ശിരസിൽ വഹിച്ചുകൊണ്ട് അതിഗംഭീരമായ ആ ഒരു പ്രൗഢിയോടുകൂടി തന്നെയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ താഴേക്ക് അതായത് തെക്കോട്ടിറക്കം നടത്തുന്നത്. എന്തായാലും ആ ഒരു കാഴ്ച കാണാൻ തന്നെയാണ് ഇത്രയധികം ആളുകൾ രാമന്റെ ആരാധകർ അല്ലെ. കുടമാറ്റത്തിനുള്ള ആൾക്കാർ നേരത്തെ തന്നെ ഇവിടെ വന്ന് ഒത്തുകൂടിയിട്ടുണ്ട്. നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ തന്നെ നമുക്കത് കൃത്യമായി കാണാൻ സാധിക്കും. അങ്ങനെയാണ് രാമനെ കാണാനായി ഇവിടെ ജനം തടിച്ചുകൂടിയിരിക്കുന്നത്. ഭദ്ര മെല്ലെ ഇറങ്ങി വരികയാണ്. ആ ഒരു കാഴ്ച കാണാൻ തന്നെ അതിമനോഹരമായ കാഴ്ചയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഏറ്റവും തലയെടുപ്പുള്ള ആന തന്നെയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് പറയുന്നത്. ഏഷ്യയിലെ രണ്ടാമത്തെ ആന കൂടിയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. എന്തായാലും രാമചന്ദ്രന്റെ കഥകൾ ഒരിക്കലും മടുക്കുകയില്ല കേരളക്കരയ്ക്ക്. രാമന് വേണ്ടിയുള്ള കരഘോഷങ്ങൾ പല ഭാഗത്തു നിന്നായി ഉയരുന്നുണ്ട്. അതെ, രാമ എന്നുള്ള വിളികളാണ് ചുറ്റിലും. മനോഹര കാഴ്ച. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ.